നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് പടയൊരുക്കം നടന്നിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നിട്ടില്ല. മെയ് 4-ന് മാത്രമേ അതറിയാൻ സാധിക്കൂ. കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരാണ് കേരളം ഭരിക്കേണ്ടത്, ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ കേരളം ഭരിക്കേണ്ടതെന്ന് കൃത്യമായി തന്നെ ജനങ്ങൾ വിധിയെഴുതി വോട്ട് പെട്ടിയിലായിരിക്കുന്നു. മെയ് 4-ാം തീയതി മാത്രമാണ് അത് എണ്ണിത്തുടങ്ങുക. ഇതിനു മുമ്പേ തന്നെ കേരളത്തിൻ്റെ ജനവികാരം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് രണ്ട് മുന്നണികളും പറയുമ്പോൾ, ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കും എന്നുള്ളത് അവിതർക്കിതമായി മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിഷയം ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ തന്നെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, യു ഡി എഫിലാകട്ടെ സ്ഥിതിവിശേഷങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നത്. യു ഡി എഫിൽ എന്ന് പറയുമ്പോൾ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മുന്നണിയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. AICC വക്താവായ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തണം, കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് കേരളത്തെ നയിക്കുവാൻ KC വേണുഗോപാൽ പ്രാപ്തനാണ്, അദ്ദേഹം അതിന് യോഗ്യനാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നലെ മുൻ KPCC പ്രസിഡന്റായ K സുധാകരൻ ഇട്ട ഒരു FB കുറിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ ഒന്നാകെ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ K സുധാകരൻ പറഞ്ഞിരുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. VD സതീശനുമായി K സുധാകരനുള്ള അഭിപ്രായ ഭിന്നതകൾ തന്നെയാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ പരിഗണിക്കാൻ പാടില്ല എന്ന തരത്തിൽ തന്നെ, അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി K സുധാകരൻ തന്നാലാവും വിധമുള്ള പണികൾ ചെയ്യുന്നു, വേലകൾ വയ്ക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ. നിലവിൽ MP-മാരായിരിക്കുന്ന ആരും തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന AICC നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് K സുധാകരന് കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള സീറ്റ് നിഷേധിക്കപ്പെട്ടത്. എന്നാൽ ഇതിൻ്റെ പിറകിൽ VD സതീശനാണ് തൻ്റെ നിയമസഭ മത്സരത്തിന് വേണ്ടിയുള്ള എതിർപ്പ് ഉയർത്തിയത് എന്ന ചിന്തയിൽ തന്നെ K സുധാകരൻ VD സതീശനുമായി തെറ്റിപ്പിരിയുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. അവസാന നിമിഷം വരെ K സുധാകരൻ കോൺഗ്രസ് വിട്ടുപോകുന്നു, കോൺഗ്രസിൽ ഇനി ഉണ്ടാവില്ല, K സുധാകരൻ മത്സരിക്കുന്നു, ഹൈക്കമാൻഡിന് തലവേദന ഉണ്ടാക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ AK ആന്റണിയും രാഹുൽ ഗാന്ധിയുമെല്ലാം നേരിട്ട് സംസാരിച്ചതിനെ തുടർന്നാണ് K സുധാകരൻ അതിൽ നിന്നും പിന്മാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ തന്നെ മത്സരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി VD സതീശനാണ് കരുനീക്കിയത് എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുൻകൈ കിട്ടും, UDF ഭരണമുന്നണി ഉണ്ടാക്കും, കേരളത്തിൻ്റെ ഭരണം UDFന് കിട്ടും എന്നറിഞ്ഞപ്പോൾ മുതൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സൂചന പുറത്തു വന്നപ്പോൾ മുതൽ ഒരു കാരണവശാലും VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് K സുധാകരൻ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ മുഖ്യമന്ത്രി ആകണം എന്ന് ആദ്യമേ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് അദ്ദേഹം പൂർണ്ണമായി വെട്ടി KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് K സുധാകരനെ കൊണ്ട് KC വേണുഗോപാൽ മനഃപൂർവ്വം പറയിപ്പിച്ചിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ചില നേതാക്കൾ കേരളത്തിൽ UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ ഭരണ നേതൃത്വത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് 140 മണ്ഡലങ്ങളിലും നിയമസഭയിലേക്ക് മത്സരിക്കാതെ തന്നെ UDFന് അധികാരം കിട്ടുന്ന പക്ഷം ഒരു മത്സരത്തിലും പങ്കെടുക്കാതെ മാറി നിന്ന ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ മന്ത്രിസഭയെ നയിക്കുവാനുണ്ടാകുമെന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് KC വേണുഗോപാൽ അന്ന് നൽകിയത്. KC വേണുഗോപാലിൻ്റെ അന്നത്തെ പ്രസ്താവനയും ഇന്നിപ്പോൾ K സുധാകരൻ നടത്തുന്ന പ്രസ്താവനയും ഒരുമിച്ച് വായിക്കുമ്പോൾ KC വേണുഗോപാൽ തന്നെയാണ് സുധാകരൻ്റെ FB കുറിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചാലകശക്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ K സുധാകരൻ ഈ FB കുറിപ്പ് പിൻവലിക്കണമെന്നോ തനിക്ക് അനുകൂലമായി സുധാകരൻ ഇങ്ങനെ പറഞ്ഞതിൽ താൻ അമർഷം കൊള്ളുന്നുവെന്നോ ഇത് ശരിയല്ല എന്നോ K സുധാകരനെ വിലക്കുവാൻ KC വേണുഗോപാൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെ കണ്ടപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മുൻപായി കൊണ്ട് മറ്റെന്തെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, അത് പിന്നീടാവട്ടെ, അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്, അത് ആ സമയത്ത്
ശരിയായ രീതിയിൽ നടക്കും എന്നൊക്കെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. അപ്പോഴും കെ സുധാകരൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും കെ സി വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അത് പോസ്റ്റിനെ അപലപിക്കുവാനോ സുധാകരൻ ചെയ്തത് ശരിയല്ല എന്ന് പറയുവാനോ കെ സി വേണുഗോപാൽ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. സുധാകരനാകട്ടെ ഈ FB കുറിപ്പിട്ടതിന് ശേഷം ഡൽഹിക്ക് പുറപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ അന്തർധാരകൾ അവിടെ ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് KPCC പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി കെ സുധാകരന് ടിക്കറ്റ് നൽകാതിരുന്നതും VD സതീശന്റെ പ്രേരണ കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി, UDFന് ഭൂരിപക്ഷം കിട്ടി, ഭരണസമിതി ഉണ്ടാക്കുവാൻ അവസരമുണ്ടാകുകയാണെങ്കിൽ VD സതീശൻ ഒരു കാരണവശാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കെ സുധാകരൻ ഇത്തരത്തിലുള്ള ചില FB കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് കെ സി വേണുഗോപാലിന്റെ